ഒരു പുതിയ ബോളിവുഡ് ചലച്ചിത്രം ഇപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒരുപോലെ പ്രശംസയും ആശങ്കയും സൃഷ്ടിക്കുകയാണ്. ദക്ഷിണേഷ്യയിലെ ഈ രണ്ട് അയൽരാജ്യങ്ങൾക്കിടയിലെ ദീർഘകാല വൈരാഗ്യത്തെ അതീവ ശക്തവും വിവാദപരവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് ഈ സിനിമ. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലെത്തിയ ധുരന്ധർ എന്ന ചിത്രം ചാരപ്രവർത്തനം, ഗ്യാങ് യുദ്ധങ്ങൾ, ക്രൂരമായ അക്രമങ്ങൾ, അതിരുകടക്കുന്ന ദേശസ്നേഹം ഇവയെല്ലാം ചേർന്ന ഒരു അതിവേഗ ലോകത്തിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രം ഹംസ്. ബോളിവുഡ് താരം രൺവീർ സിംഗ് അവതരിപ്പിക്കുന്ന ഹംസ് പാകിസ്ഥാനിലെ കരാച്ചിയിൽ ഒരു അത്യന്തം അപകടകരമായ ദൗത്യത്തിനായി അയക്കപ്പെടുന്ന ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അവിടെ അവൻ നേരിടുന്നത് കുറ്റവാളി സംഘങ്ങളെയും മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെയും മാത്രമല്ല, സ്വന്തം മനസ്സിലെ ഭയങ്ങളെയും വേദനകളെയും കൂടിയാണ്. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മുന്നേറുന്ന ഈ കഥ ശക്തമായ ആക്ഷൻ രംഗങ്ങളിലൂടെയും അതിക്രൂരമായ ഹിംസയിലൂടെയും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു. ചുരുങ്ങിയ മുറികളിൽ നടക്കുന്ന മാരകമായ ഏറ്റുമുട്ടലുകൾ, തിരക്കേറിയ ഇടവഴികളിലൂടെ മുഴങ്ങുന്ന വെടിവെപ്പുകൾ, ദീർഘനേരം നീളുന്ന പീഡന ദൃശ്യങ്ങൾ എല്ലാം ചേർന്ന് ഒരു ശ്വാസം മുട്ടിക്കുന്ന അനുഭവമാണ് ചിത്രം നൽകുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ആദിത്യ ധർ ആണ്. 2019-ൽ പുറത്തിറങ്ങിയ ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ സംവിധായകൻ. ആ ചിത്രം വൻ വിജയവും ദേശീയ ചലച്ചിത്ര പുരസ്കാരവും നേടി. പിന്നീട് ആർട്ടിക്കിൾ 370 പോലുള്ള രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ചിത്രങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ സൈനിക സംഘർഷത്തിന് മാസങ്ങൾക്കുശേഷമാണ് ധുരന്ധർ റിലീസ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ടുതന്നെ ഈ സിനിമയുടെ രാഷ്ട്രീയ വായന കൂടുതൽ ശക്തമായി ചർച്ചയായി. ചിത്രം യാഥാർത്ഥ്യ സംഭവങ്ങളും ദൃശ്യങ്ങളും തുറന്നുപയോഗിക്കുന്നു. കഥയുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ ഇന്റലിജൻസ് മേധാവി പാകിസ്ഥാന്റെ മണ്ണിൽ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനായാണ് ഹംസയെ കരാച്ചിയിലേക്ക് അയക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന കരാച്ചി ഒരു നിയമവിരുദ്ധ നഗരമായാണ് അവതരിപ്പിക്കുന്നത്. ഗ്യാങ് യുദ്ധങ്ങളും പ്രതികാര കൊലപാതകങ്ങളും നിരന്തരം നടക്കുന്ന ഒരു ഇരുണ്ട ലോകം. ചിത്രം പുറത്തിറങ്ങിയതോടെ പ്രതികരണങ്ങൾ രണ്ടായി പിരിഞ്ഞു. ചിലർ അതിന്റെ സിനിമാറ്റിക് സ്കെയിലും ആക്ഷനും അഭിനേതാക്കളുടെ പ്രകടനവും പ്രശംസിച്ചു. മറ്റു ചിലർ അതിലെ അതിരുകടന്ന ദേശീയവാദവും പാകിസ്ഥാനെക്കുറിച്ചുള്ള അവതരണവും അപകടകരമാണെന്ന് വിമർശിച്ചു. വിവാദം ഇത്രയും കടുത്തതായതോടെ സിനിമയെ വിമർശിച്ച ചിലർക്കെതിരെ പോലും ഓൺലൈൻ ആക്രമണങ്ങൾ ഉണ്ടായി. ഇതിനെതിരെ ഫിലിം ക്രിറ്റിക്സ് ഗിൽഡ് ശക്തമായി പ്രതികരിച്ചു. ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാനിലും ചിത്രം വലിയ ചർച്ചയായി. അവിടത്തെ ചില മാധ്യമങ്ങൾ പാകിസ്ഥാനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിച്ചു. എന്നാൽ അതേസമയം രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം ചിത്രം വൻ പ്രേക്ഷക ശ്രദ്ധ നേടി ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറുകയും ചെയ്തു. അവസാനത്തിൽ ധുരന്ധർ ഒരു കൽപ്പിത ചാരത്രില്ലർ തന്നെയാണ്. പക്ഷേ അതിന്റെ കഥയും അവതരണവും വിനോദത്തിനും രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കും ഇടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. ഒരു വിമർശകന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഇത് ഒരു കഥാസിനിമയാണ്, എന്നാൽ അതിന് വ്യക്തമായ ഒരു പക്ഷപാതപരമായ ലോകദർശനമുണ്ട്. അതിനെ സിനിമ വളരെ നൈപുണ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു.